മങ്ങലായ രാത്രി ശാന്തത നിറഞ്ഞിരുന്നു. ശാന്തമായ പാതയിൽ എന്തോ ഒരു രഹസ്യം മറഞ്ഞിരിക്കുന്ന ശബ്ദങ്ങൾ, മാഞ്ഞുപോയ മുഖ അടയാളങ്ങൾ, സത്യത്തിനും പേടിക്കുമിടയിൽ കുടുങ്ങിപ്പോയ മനുഷ്യർ. ഒരു അമ്മയും മോളും, അവരുടെ യാത്രയുടെ തുടക്കം. പുറത്തു പറയാത്ത രഹസ്യങ്ങൾ ഈ കഥയിൽ പുറത്തു വരും. സമയം രാത്രിയായിരുന്നു. രോഹിണി തന്റെ ജോലി കഴിഞ്ഞിട്ട് സ്കൂട്ടിയിൽ തന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. അവളുടെ വീട് സിറ്റിയിൽ നിന്നും പുറത്തുള്ള ഒരു ഗ്രാമത്തിലാണുള്ളത്. പിന്നെ ആ പാതയിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ആ വഴിയിൽ ചില ആളുകളെ വരാറുള്ളൂ. പെട്ടെന്ന് ഏതോ ഒരു പെണ്ണ് കരയുന്ന ശബ്ദം ആ ശാന്തതയെ ഇല്ലാതാക്കി. രാഗിണി പേടിച്ച് തന്റെ സ്കൂട്ടി നിർത്തി. എന്നിട്ട് 4 ചുറ്റിലും നോക്കി. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ പേടി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. പേടിച്ച് അവൾ നിലവിളിക്കാൻ തുടങ്ങി. സമയം രാവിലെയായി. സുഹാനി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയായിരുന്നു. എന്നിട്ട് തന്റെ മോളെ കഴിക്കാനായി അവർ വിളിച്ചു. ആര്യേ, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്, എനിക്ക് ഓഫീസിലേക്ക് സമയമായി. ഞാൻ എത്തിയമ്മേ. ആര്യ വന്ന് കഴിക്കാനായി ഇരുന്നു. എന്നിട്ട് TV ഓൺ ചെയ്തു. റെഡിയാകാൻ നിനക്ക് എത്ര സമയം വേണം? എന്താണിത്, വന്നതും TVയോ? വാർത്തയിൽ അതേ പെണ്ണായിരുന്നു. അവളാണ് ഇന്നലെ രാത്രി കാണാതായ പെണ്ണ്. ഒപ്പം തന്നെ ഒരുപാട് പെണ്ണുങ്ങൾ കാണാതായതിനെ കുറിച്ച് പറയുന്നു. ഇന്ന് വീണ്ടും നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത. ജിയ റോട്ടിൽ വീണ്ടും ഒരു പെണ്ണ് കാണാതായിരിക്കുന്നു. നിങ്ങളോട് പറയുന്നത് എന്താണെന്നാൽ 2 ആഴ്ചയിൽ ഇത് 14ാമത്തെ കേസാണ്. പോലീസുകാർ ഇതിനെക്കുറിച്ച് തീവ്രമായി വിചാരണ ചെയ്യുകയാണ്. ഇത് കേട്ടതും ആര്യ ശരിക്കും വിഷമിച്ചു. അവളുടെ മുഖത്ത് അത് നന്നായി കാണാൻ സാധിച്ചു. സുഹാനി അത് കണ്ടതും തന്നെ TV ഓഫ് ചെയ്തു. മാം, എന്താണ് നടക്കുന്നത്? എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഇറ്റ്സ് എവരിതിങ് ഓൾ റൈറ്റ്. നിന്റെ അമ്മ ഒരു പോലീസ് ഓഫീസറാണ്. ഇതൊക്കെ കണ്ട് നീ പേടിക്കുന്നത് ശരിയാണോ? നീ ഒട്ടും ടെൻഷൻ ആകണ്ട, ഇതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഐ ലവ് യു മാം. ശരി, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്, ഞാൻ റെഡി ആയേക്കാം. പിന്നെ ഇന്ന് ഞാൻ തന്നെ നിന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും പോയി. പക്ഷെ അവരും അല്പം വിഷമത്തിലാണുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കും വിശ്വസിക്കാനാകുന്നില്ല. ചെറിയ പേടിയുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം സുഹാനി തന്റെ ജീപ്പിനടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആര്യ വന്നത്. 2 പേരും ജീപ്പിൽ കയറി. എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. സുഹാനിയും ആര്യയും ജീപ്പിൽ ഇരിക്കുകയാണ്. സുഹാനി നോക്കിയപ്പോൾ ആര്യ തന്റെ ഫോൺ നോക്കുകയായിരുന്നു. അവർ സംസാരിക്കുന്നതിനൊന്നും തന്നെ അവൾ ഒരു മറുപടിയും പറഞ്ഞില്ല. ആര്യേ, എന്തു പറ്റി മാം? വൈ ആർ യു ആൾവേസ് ഓൺ യുവർ ഫോൺ? മോളെ, നീ ദിവസം മുഴുവൻ ഇങ്ങനെ ഫോൺ നോക്കാൻ പാടില്ല. മാം, ഐ വാസ് ജസ്റ്റ് ചെക്കിംഗ് അപ്ഡേറ്റ്സ്. ഐ ആം സോറി. ശരി, ഇറ്റ്സ് ഓക്കെ. ഒരു കാര്യം പറ. നിന്റെ കോളേജിന് പുറത്ത് നിനക്കൊന്നും അൺയൂഷ്വലായിട്ട് തോന്നുന്നില്ലല്ലോ? വാട്ട് യു മീൻ മാം? അല്ല, അവിടെ ആരെങ്കിലും ചുറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവിടെ നീ കാണുന്നുണ്ടോ? ഇല്ലമ്മേ, അങ്ങനെ ഞാൻ ഒന്നും നോട്ടീസ് ചെയ്തില്ല. എന്താ, എന്തെങ്കിലും പ്രശ്നമാണോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. എന്തിനും നീ ശ്രദ്ധിക്കണം കേട്ടോ മോളെ. ആര്യ ശരി എന്നതുപോലെ തന്നെ തല അനക്കി. പിന്നെ കുറച്ചു സമയത്തിനകം അവൾ തന്റെ കോളേജിൽ വന്നെത്തി. സുഹാനി അവരുടെ കൈ ആട്ടി ടാറ്റ എന്ന് പറഞ്ഞു. പിന്നെ ആര്യയും അവളുടെ സ്കൂളിനകത്ത് ചെന്നിട്ട് കൈ അനക്കി ടാറ്റ എന്ന് പറഞ്ഞു. അവൾ പോകുന്നത് നോക്കിയിട്ട് സുഹാനി അവിടെ നിന്നും പുറപ്പെട്ടു വന്നു. സുഹാനി സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടെ അവരുടെ ചീഫ് ഇൻസ്പെക്ടർ വിവേകിനെ കണ്ടു. സുഹാനി അദ്ദേഹത്തിന് അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്തു. സർ. സുഹാനി, നൈസ് ടു മീറ്റ് യു. സുഹാനി ധൈര്യത്തോടെ സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ധൈര്യത്തോടെ നോക്കി. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ കപ്പ് ഓഫ് ടീ ഇൻസൈഡ്. ഷുവർ സർ. അകത്ത് ചെന്നതും തന്നെ സുഹാനി തന്റെ കസേരയിൽ ഇരുന്നു. ഇൻസ്പെക്ടർ വിവേക് അവരുടെ മുൻപിലായിരുന്നു. 2 പേരുടെ മുൻപിലും കപ്പിൽ ചൂടുള്ള ചായ ഇരിക്കുകയായിരുന്നു. പറയൂ സർ. ഞാൻ ഇതിനെ സ്പെഷ്യലായിട്ട് പറയാനുള്ള ആവശ്യമില്ല. നിങ്ങൾക്ക് നമ്മളുടെ സ്റ്റേറ്റിന്റെ സിറ്റുവേഷൻ നന്നായിട്ട് അറിയും. ഡു യു മീൻ കുറച്ച് ദിവസങ്ങളായി കാണാതെ പോകുന്നില്ലേ ആ പെണ്ണുങ്ങളെ കുറിച്ചാണോ? യു ആർ റൈറ്റ്. സുഹാനി, ആ കേസിനെ ഇൻസ്പെക്ടർ രാജുവാണ് ഹാൻഡിൽ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഈ കേസിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. I heard about this demise. കേൾക്കാൻ തന്നെ വളരെ കഷ്ടമായിരുന്നു. I am glad to take this case forward. കേസിന്റെ എല്ലാ ഫയലുകളും നിങ്ങൾക്ക് വൈകിട്ട് കിട്ടിയേക്കും. ഐ ഹോപ്പ് നിങ്ങൾ ഇതിനെ വേഗം തന്നെ ഫിനിഷ് ചെയ്യണം. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഒരുപാട് ആൾക്കാർ ചോദ്യം ചോദിക്കുന്നു. യു നീഡ് ടു ബി ക്വിക്ക്. On it, sir. ഇൻസ്പെക്ടർ എണീറ്റു അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ സുഹാനി തന്റെ ഫോൺ എടുത്ത് കോൾ ചെയ്തു. മറ്റൊരു വശത്ത് ആര്യ കോളേജിൽ നിന്നും പുറത്തു വരികയായിരുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ കയറി. പിന്നെ കോൾ വന്നതും തന്നെ അവിടെ നിന്നും പുറപ്പെട്ടു പോയി.
ഹലോ മാം, കോളേജിൽ നിന്നും പുറപ്പെട്ടോ? യെസ്, ഞാൻ ഇപ്പോൾ ഓട്ടോയിൽ ഇരിക്കുകയാണ്. കുറച്ച് സമയത്തിനകം വീട്ടിലെത്തും. ഓക്കെ, വീട്ടിലേക്ക് ചെന്നതും എന്നെ വിളിക്ക്. പിന്നെ സേഫ് ആയിരിക്കണം, ഡോർസ് ഒക്കെ ലോക്ക് ചെയ്തോളൂ. യെസ് മാം. ആര്യ ഫോൺ കട്ട് ചെയ്തു. സമയം സന്ധ്യയായി. ഒരു പിൻ ബോർഡിൽ 4 പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, അവരുടെ ഡീറ്റെയിൽസോടൊപ്പം. പിന്നെ ചുവന്ന കറ എല്ലാ ഫോട്ടോയെയും ഒന്നിനോടൊന്ന് യോജിപ്പിക്കുകയാണ്. സുഗാനി അത് നന്നായി ശ്രദ്ധിച്ചു നോക്കി. അവരുടെ പുറകിലായി 2 പോലീസ് ഓഫീസേഴ്സ് നിൽക്കുകയാണ്. പാറ്റേൺ നോട്ടീസ് ചെയ്തോ? പുറകിലുള്ള പോലീസ് ഓഫീസേഴ്സ് മാറി മാറി നോക്കി. അതിലൊരു ഓഫീസർ എന്തു പറഞ്ഞെന്നാൽ, എന്ത് പാറ്റേൺ ആണ് മാഡം? എന്തിനാ നിങ്ങൾ സാലറി വാങ്ങുന്നത്? പുറകിലുള്ള ഓഫീസർ ഒന്നും മിണ്ടാതെ നിന്നു. അവർ മാറി മാറി നോക്കി. എത്ര പെണ്ണുങ്ങളാണോ കാണാതായിരിക്കുന്നത്, അവരെല്ലാരും പോലീസ് ഓഫീസേഴ്സിന്റെ മക്കളാണ്. ഷാലു ഇൻസ്പെക്ടർ ചൗഹാൻ സാറിന്റെ മോള്, പ്രേരണ ഇൻസ്പെക്ടർ ശ്രീവാസ്തയുടെ മകള്, ജ്യോതി ഇൻസ്പെക്ടർ ശർമ്മയുടെ മകള്, പിന്നെ രാഗിണി ഇൻസ്പെക്ടർ സിംഗിന്റെ മോള്. പക്ഷേ ഇതിൽ നിന്ന് എന്ത് കണക്ഷൻ ആണ് അറിയുന്നു? എല്ലാ ഇൻസ്പെക്ടേഴ്സും വേറെ വേറെ സിറ്റിയിലാണ് ഉള്ളത്. അവർക്കുള്ളിൽ ഏതൊരു സംബന്ധവും ഇല്ല മാഡം. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് നാളെ തന്നെ എല്ലാവരുടെ ഡീറ്റെയിൽസും വേണം. ഓഫ് ഫോർ ടുഡേ. 2 ഇൻസ്പെക്ടറും പോയി. അപ്പോഴാണ് സുഗാനിക്ക് ഓർമ്മ വന്നത്, അവർ എന്തോ കാര്യം മറന്നെന്ന്. ആര്യ അവർക്ക് ഇതുവരെ ഫോൺ ചെയ്തില്ല. പേടിച്ചവർ ആര്യയെ വിളിച്ചു. പക്ഷെ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇതറിഞ്ഞതും സുഗാനി ഒട്ടും തന്നെ സമയം പാഴാക്കാതെ തന്റെ ജീപ്പ് എടുത്തുകൊണ്ട് തന്റെ വീടിനെ നോക്കി പോകാൻ തുടങ്ങി. സുഗാനി തന്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ കുഴപ്പത്തിലാണുള്ളത്. അവർക്ക് വിയർത്തൊലിക്കാൻ തുടങ്ങി. അവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഫേസ് മുൻപിലുള്ള കണ്ണാടിയിൽ അവർ നോക്കി. അതിൽ പുറകിൽ ഒരു പെണ്ണിരിക്കുന്നത് അവർ കണ്ടു. സാരി ഉടുത്തിരിക്കുകയാണ്, മുഖം ഭയങ്കരമായിരിക്കുന്നു, കണ്ണൊക്കെ കറുത്തിരിക്കുകയാണ്. അവൾ താഴെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണ് അവരുടെ കണ്ണിലേക്ക് നോക്കാൻ തുടങ്ങി. അവരുടെ കണ്ണുകൾ പേടികൊണ്ട് നിലച്ചുപോയി. അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി, പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. അവർ മുമ്പിലേക്ക് നോക്കി. അതേ പെണ്ണ് അവരുടെ വണ്ടിയുടെ മുൻപിൽ നിൽക്കുകയായിരുന്നു. സുഗാനിയുടെ ജീപ്പ് ആ പെണ്ണിനെ കടന്നു ചെന്നു. സുഗാനി ഉടനെ ബ്രേക്ക് ചവിട്ടി. എന്നിട്ട് താഴേക്ക് ഇറങ്ങി നോക്കി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. 4 ചുറ്റിലും നോക്കിയതിനു ശേഷം പോലും അവർക്കൊന്നും തന്നെ മനസ്സിലായില്ല. പേടി കാരണം ഉടനെ അവർ വണ്ടിയിലേക്ക് കയറി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. പോകുന്ന വഴി മുഴുവൻ അവർ ആ കാഴ്ചയെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരുന്നു. അതായത് സുഗാനിക്ക് മുൻപേ ആ പെണ്ണിനെ അറിയാവുന്നതുപോലെ തോന്നി. സുഗാനി വീട്ടിലേക്ക് ചെന്നെത്തി. അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങിയതും അവർ ആര്യയെ തേടാൻ തുടങ്ങി. അവളുടെ പേര് പറഞ്ഞു വിളിച്ചു, പക്ഷേ ഒരു മറുപടിയും വന്നില്ല. ആര്യേ, ആര്യേ, ആര്യേ. ഇത് കേട്ടതും ആര്യ തൊട്ടടുത്ത വീട്ടിലുള്ളവരോടൊപ്പം ഓടി വന്നു. സുഗാനി അവളെ കണ്ടതും അവളെ നോക്കി ഓടാൻ തുടങ്ങി. അവളുടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. നീ എവിടേക്കാ പോയത്? ഫോൺ എന്തിനാ ഓഫ് ചെയ്ത് വെച്ചത്? അമ്മേ, എന്റെ ഫോൺ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്റെ ഫോണും വീട്ടിലെ താക്കോലും അതിലാണുണ്ടായിരുന്നത്. ഞങ്ങൾ നിങ്ങളെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കി, പക്ഷെ നിങ്ങൾ ഫോൺ എടുത്തില്ല മാഡം. സുഗാനിക്ക് ആകെ കുഴപ്പമായി. എന്നിട്ട് അതിൽ നോക്കിയപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ളവരിൽ നിന്നും ഒരുപാട് മിസ്ഡ് കാൾ വന്നിരുന്നു. അപ്പോഴാണ് അവർക്ക് അവർ ജീപ്പിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇതൊക്കെ നടന്നിരിക്കുന്നു എന്ന കാര്യം മനസ്സിലായത്. സുഗാനി തൊട്ടടുത്ത വീട്ടിലുള്ളവർക്ക് നന്ദി പറഞ്ഞു. എന്നിട്ട് ആര്യയുടെ കൈ നന്നായി പിടിച്ചുകൊണ്ട് അവളെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. ആകാശത്തിലെ നക്ഷത്രം പതുക്കെ പതുക്കെ മേഘങ്ങളോടൊപ്പം മറയാൻ തുടങ്ങി. സുഗാനി കിടക്കയിൽ വളരെ കുഴപ്പത്തിൽ കിടക്കുകയാണ്. പിന്നെ അവരുടെ അടുത്തായി ആര്യ ഉറങ്ങുകയാണ്. അവർ ചിന്തിക്കുന്നത് വിട്ടിട്ട് ഉറങ്ങാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ഫോൺ റിംഗ് ആയത്. സ്ക്രീനിൽ അൺനോൺ നമ്പർ എന്ന് കാണുന്നു. അവരാ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാണ്? ഇത്തവണ തിരികെ കിട്ടി, പക്ഷെ അടുത്ത തവണ ഫോൺ പെട്ടെന്ന് കട്ടായി. സുഗാനി ഉടനെ കാൾ ലോഗ് ചെക്ക് ചെയ്തു. പിന്നെ അതേ നമ്പറിലേക്ക് വീണ്ടും ഫോൺ വിളിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്നാൽ ആ നമ്പർ മാഞ്ഞുപോയി. സുഗാനി തിരിഞ്ഞ് ആര്യയെ നോക്കി. ആര്യ നന്നായി ഉറങ്ങുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ നേരം പുലർന്നു. സുഗാനി സ്റ്റേഷനകത്തേക്ക് ചെന്ന് കയറിയതും തന്നെ അവർ ഇൻസ്പെക്ടറോട് ചോദ്യം ചോദിച്ചു. ഫയൽസ് ഒക്കെ റെഡിയായോ? റെഡി മാഡം. ഇങ്ങനെ ഉണ്ട്. ആ ഫയൽ അവർ കയ്യിലെടുത്തു. പിന്നെ എല്ലാ പോലീസുകാരുടെയും ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് പഠിക്കാൻ തുടങ്ങി. സുഗാനി ഫയൽ വായിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആദ്യം കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത് ആരാണ്? രാഗിണി. ഡിസ്ട്രിക്ട്? രാംപൂർ. സുഗാനി നടന്ന കിഡ്നാപ്പിംഗ് വരി വരിയായി പേരുകൾ എഴുതാൻ തുടങ്ങി. ഫസ്റ്റ് കിഡ്നാപ്പിംഗ് രാംപൂർ, രണ്ടാമത്തേത് ഔരിയ, മൂന്നാമത്തേത് ദേവരിയ, പിന്നെ ഹാപ്പൂർ. നിങ്ങൾ എന്താ പറയുന്നു മാഡം?
എല്ലാ ഡിസ്ട്രിക്റ്റിന്റെയും ആദ്യത്തെ ലെറ്റർ എന്താണെന്ന് നോക്കൂ. RAD. മാം, ഇതില് റാദെന്ന് വരുന്നുണ്ട്. രാധല്ല, രാധ. പക്ഷേ അവസാനത്തെ ലെറ്റർ അത് മറ്റാരുമല്ല, ആര്യയാണ്. 2 ഓഫീസേഴ്സും ഞെട്ടിപ്പോയി. പക്ഷേ മാം, നിങ്ങൾ എത്ര കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാണ് ഇതിനെ പറയുന്നു? നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കൂ, പക്ഷേ ഞാൻ അവളെ കണ്ടു. സുഹാനി മുകളിലേക്ക് നോക്കി. അവരുടെ കണ്ണുകളിൽ പേടി നിറഞ്ഞിരുന്നു. പിന്നെ അവർ കടന്ന കാലത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. എല്ലാ സാക്ഷികളും ആധാരങ്ങളും കൊണ്ട് കാണുമ്പോൾ ഈ കോർട്ട് ശ്രീ ചന്ദ്രശേഖർ മാത്തൂരിന് ജാമ്യം തരണമെന്ന് പറയുന്നു. ജഡ്ജി കേശവ് തന്റെ അവസാനത്തെ തീരുമാനം പറഞ്ഞു. MLA ചന്ദ്രശേഖർ തന്നോടൊപ്പം ജോലി ചെയ്യുന്നവരോടൊപ്പം ഇരിക്കുകയാണ്. എന്നിട്ട് രാധയുടെ അച്ഛനെ നോക്കി. പിന്നെ ഇൻസ്പെക്ടർ രാധാവിന്റെ അച്ഛന് കോർട്ടിനെ ഇൻസൾട്ട് ചെയ്തതിന് വേണ്ടി പിന്നെ തെറ്റായ എവിഡൻസ് കൊടുത്ത് കോർട്ട് സമയത്തിനെ വീണാക്കിയതിന് BNS സെക്ഷൻ 227, 228 പിന്നെ 356 പ്രകാരം 6 വർഷങ്ങൾ ജയിൽ ശിക്ഷ പിന്നെ 3 ലക്ഷം ഫൈൻ കട്ടണമെന്ന് ഈ കോർട്ട് ഓർഡർ തരുന്നു. രാധയുടെ അച്ഛൻ ഏങ്ങി കരയാൻ തുടങ്ങി. രാധ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ മികച്ച ഒരു ഓഫീസറാണ്. അവൾ ധൈര്യമായി ചന്ദ്രശേഖരനെതിരായി ശബ്ദമുയർത്തി. പക്ഷെ അദ്ദേഹം ആ 4 ഇൻസ്പെക്ടറോടൊപ്പം ചേർന്ന് അവളെ കൊന്നുകളഞ്ഞു. ശിക്ഷ കിട്ടിയതിനു ശേഷം രാധയുടെ അച്ഛൻ ആകെ തളർന്നുപോയി. പിന്നെ അദ്ദേഹം ജയിലിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തു. പക്ഷേ മാം, നിങ്ങളുടെ മകൾ അവർ എവിഡൻസ് എല്ലാം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയാലും എനിക്കൊന്നും തന്നെ ചെയ്യാനായില്ല. ആ ഫയൽ ക്ലോസ് ചെയ്യേണ്ടതായി വന്നു. പക്ഷേ മാം, എങ്കിലും ഇതിൽ ആ പെൺകുട്ടികളുടെ തെറ്റെന്താണ്? ശിക്ഷ ആ ഇൻസ്പെക്ടർക്കും മാത്രക്കുമാണ് കിട്ടിയിരിക്കണം. പക്ഷേ രാധ ഇതിന് സമ്മതിക്കില്ല. അവൾക്ക് ആവശ്യം ജീവനല്ല, അവൾ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൾ എന്നെ നോക്കിയതെന്ന് തോന്നുന്നു. ഞാൻ അവളെ ചെന്ന് കാണണമെന്ന് വെച്ചാൽ സുഹാനി 2 ഇൻസ്പെക്ടറെയും വിളിച്ചുകൊണ്ട് ഹൈവേ റോഡിൽ പോയി. റോട്ടിലുണ്ടായിരുന്ന ഒരു മയിൽ കല്ലിൽ രാംപൂർ എന്ന് പേരെഴുതിയിരുന്നു. ഒരു ഇൻസ്പെക്ടർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹാനി ഫ്രണ്ടിലുള്ള സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ ഫോൺ റിംഗ് ആയത്. ഉടനെ അവർ ആ ഫോൺ എടുത്തു. സുഹാനി, ആര്യ ഇതുവരെ വീട്ടിൽ വന്നില്ല. എന്ത്? എങ്ങനെ? അതാണ് അറിയാത്തത്. ഞാൻ അവളെ നോക്കാൻ ഇവിടേക്ക് വന്നു. സുഹാനി ഫോൺ കട്ട് ചെയ്തു. വേഗം വണ്ടി ഓടിക്ക്, അല്ലെങ്കിൽ ലേറ്റ് ആകും. അവരൊരു പഴയ ഉടഞ്ഞുപോയ വീടിനടുത്തേക്ക് ചെന്നു. സുഹാനിയും ആ 2 ഇൻസ്പെക്ടറും ജീപ്പിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് അകത്തേക്ക് ചെന്നു. അകത്തുള്ള അവസ്ഥ വളരെ മോശമായിരുന്നു. എല്ലാ പെൺകുട്ടികളും ബോധമില്ലാതെ തളർന്നു കിടക്കുകയായിരുന്നു. രാധയുടെ ആത്മാവ് അവരുടെ മുകളിലായി ചുറ്റിക്കൊണ്ടേയിരുന്നു. 2 പോലീസ് ഓഫീസേഴ്സും പേടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പക്ഷേ സുഹാനി അവരെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, രാധ, നിനക്ക് സംഭവിച്ചത് മോശമാണെന്ന് എനിക്കറിയാം. അതിനുള്ള ശിക്ഷ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് നീ നൽകരുത്. എവിടെ പോയി നിങ്ങളുടെ ഈ ധൈര്യം, ദേഷ്യമെല്ലാം? എന്നോട് ക്രൂരത കാണിച്ചില്ലേ? അപ്പോൾ നീ എന്തുകൊണ്ടാണ് മിണ്ടാതെ ഇരുന്നതെന്ന് എനിക്കറിയാം. ഞാൻ നിന്റെ ബന്ധു അല്ലാത്തത് കൊണ്ട് അവരെല്ലാരും മിണ്ടാതെയാണ് ഇരുന്നത്. കാരണം ഞാൻ അവർ ആർക്കും ബന്ധുവല്ല. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ എന്റെ അച്ഛനിൽ നിന്നും പിരിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ മേലിൽ ഇല്ലാത്ത കുറ്റം ചുമത്തി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഞാൻ ആരെയും വെറുതെ വിടില്ല. ഞാൻ രക്തത്തിന്റെ കണക്ക് രക്തം കൊണ്ട് തീർക്കാൻ പോവുകയാണ്. പട്ടുപിടിച്ചതുപോലെ സംസാരിക്കല്ലേ. നീയും ഒരു ഓഫീസറായിരുന്ന ആളാണ്. നമ്മൾ ഈ ഭൂമിയെ അമ്മയായി കരുതി സത്യം ചെയ്തിരിക്കുകയാണ്. നാട്ടിനു വേണ്ടി നമ്മൾ സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുമെന്ന്. ഞാൻ ആ ന്യായം ധർമ്മത്തിൽ നിന്നുമൊക്കെ മുക്തി നേടിയിരിക്കുകയാണ്. അവർ എനിക്കിഷ്ടമുള്ളവർക്ക് നൽകിയ അതേ ശിക്ഷ തന്നെ ഞാൻ അവർക്കും നൽകുന്നതാണ്. ശിക്ഷ നൽകണം രാധേ, പക്ഷേ ഇവർക്കല്ല. ആരാണോ അത് അർഹിക്കുന്നത് അവർക്ക്. ഞാൻ നിനക്ക് വാക്ക് നൽകുന്നു, അവർക്ക് തക്കതായ ശിക്ഷ തീർച്ചയായും ലഭിക്കും. സുഹാനിയുടെ മുഖത്ത് ധൈര്യവും വിശ്വാസവും നിറഞ്ഞിരുന്നു. അടുത്ത ദിവസം സുഹാനി ആര്യയോടൊപ്പം ടേബിളിൽ ഇരിക്കുകയായിരുന്നു. ആര്യയുടെ തലയിൽ കെട്ടിട്ടിരുന്നു. മാം, യു ആർ എ സൂപ്പർ ഹീറോ. ഐ ലവ് യു ടു മോളെ. മാം, ഞങ്ങളെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്? പിന്നെ ആ ചന്ദ്രശേഖരന്റെ കഥ എന്താണ്? സുഹാനി ആര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി. എന്നിട്ട് ദീർഘശ്വാസം വലിച്ചു. നാട്ടിലെ പ്രശസ്തനായ അറിയപ്പെടുന്ന MLA ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തുള്ള 4 പോലീസ് ഓഫീസേഴ്സ് അവരവരുടെ വീട്ടിൽ നിന്നും വ്യത്യാസമായ രീതിയിൽ കാണാതായിരിക്കുകയാണ്. പിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നാൽ, അതായത് കടന്ന 4 ആഴ്ചകളിൽ കാണാതായ എല്ലാ പെൺകുട്ടികളും സുരക്ഷിതമായി അവരവരുടെ വീട്ടിലേക്ക് ചെന്നെത്തി.
പോലീസുകാർ ഇക്കാര്യം വളരെ സീരിയസ് ആയി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. സുഹാനി ആ വിശ്വാസവഞ്ചകരെ അവരുടെ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടെത്തിച്ചു. ചന്ദ്രശേഖർ കുറ്റകൃത്യം ചെയ്ത ആ 4 പോലീസുകാരോടൊപ്പം തറയിലിരിക്കുകയായിരുന്നു. എല്ലാരെയും ഒന്നിച്ച് കെട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കതക് തുറന്നത്. രാധ അവരുടെ മുൻപിലായി വന്നു നിന്നു. എല്ലാരും അവളെ കണ്ടതും നിലവിളിച്ചു. രാധ അവരെ നോക്കി പാഞ്ഞു വന്നു. പിന്നെ അവൾ അവളുടെ പ്രതികാരം അവസാനിപ്പിച്ചു.